നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ഇന്നും അതിതീവ്ര മഴ മുന്നറിയിപ്പുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ടാണ്. തിരുവനന്തപുരത്തും കൊല്ലത്തും എറണാകുളത്തും ഓറഞ്ച് അലേർട്ടാണ് പറഞ്ഞിട്ടുള്ളത്. തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള ജില്ലകളിൽ രാത്രി ശക്തമായ മഴ പെയ്തിരുന്നു. കനത്ത മഴയിൽ തിരുവനന്തപുരം നഗരം വെള്ളത്തിൽ മുങ്ങുമ്പോഴും നടപടിയില്ലാതെ നഗരസഭ. മേയർ ആര്യ രാജേന്ദ്രൻ ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിനെതിരെ എന്തെങ്കിലും മുൻകരുതലുകൾ എടുക്കണമെന്നുള്ള മുന്നറിയിപ്പ് പോലും നൽകിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ. മഴക്കാല പൂർവ്വ ശുചീകരണം അടക്കം പാളിയെങ്കിലും തോരാതെ മഴ പെയ്തതാണ് ഇപ്പോൾ വെള്ളക്കെട്ടിന് പ്രതിസന്ധിക്കും കാരണമെന്നാണ് നഗരസഭയുടെ നിലപാട്. മഴയെ പഴിക്കുന്ന മേയർ ആര്യ രാജേന്ദ്രനും ഡെപ്യൂട്ടി മേയർ പി കെ രാജുവും കടുത്ത നിസ്സംഗതയാണ് മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങളിൽ നടത്തിയതെന്നാണ് ആക്ഷേപം. മഴക്കാലപൂർവ്വ ശുചീകരണത്തിനൊപ്പം ആറുകളിലെയും ഓടകളിലെയും കയ്യേറ്റമാണ് നഗരവാസികൾ ഇപ്പോൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പ്രധാന കാരണം. തോടുകളിലെ കയ്യേറ്റം പഠിക്കാനും നടപടി സ്വീകരിക്കാനും സബ് കളക്ടറെ ചുമതലപ്പെടുത്തിയെങ്കിലും 7 മാസമായിട്ട് റിപ്പോർട്ട് നൽകിയിട്ടില്ല. നഗരസഭ കൃത്യമായി ഇടപെടൽ നടത്തിയില്ലെങ്കിൽ തുടരുന്ന മഴയിൽ നഗരം അപ്പാടെ വെള്ളത്തിൽ മുങ്ങുമെന്നാണ് നഗരവാസികൾ പറയുന്നത്. നഗരത്തിൽ രാവിലെയും മഴ തുടരുകയാണ്. വ്യാപാര സ്ഥാപനങ്ങളിലും വീടുകളിലും അടക്കം വെള്ളം കയറി തുടങ്ങി. അട്ടക്കുളങ്ങരയിലും മുക്കോലയ്ക്കിലും കനത്ത വെള്ളക്കെട്ടാണ് രൂപപ്പെട്ടിരിക്കുന്നത്. അട്ടക്കുളങ്ങരയിൽ സ്മാർട്ട് സിറ്റി റോഡ് നിർമ്മാണത്തിനായി എടുത്ത കുഴികളിൽ വെള്ളം നിറഞ്ഞു. അട്ടക്കുളങ്ങരയിൽ നിന്ന് ചാലയിലേക്ക് പോകുന്ന റോഡിലും അപകടകരമായ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. കുഴിയും നിർമ്മാണ സാമഗ്രികളുമായി കിടക്കുന്ന സ്മാർട്ട് സിറ്റി റോഡിലൂടെയുള്ള മഴയാത്ര വലിയ ദുരിതത്തിനാണ് വഴിയൊരുക്കുന്നത്. മുക്കോലയ്ക്കലിൽ വീടുകളിൽ വെള്ളം കയറി. ഉള്ളൂർ ശ്രീചിത്ര നഗറിലും വീടുകളിൽ വെള്ളം കയറി. ശംഖുമുഖം, വലിയതുറ ഭാഗങ്ങളിലെ വീടുകളിലും വെള്ളം കയറി. ശക്തമായ മഴ കാരണം മലയോര മേഖലയിലേക്ക് ജാഗ്രതയോടുള്ള യാത്ര വേണമെന്ന് ജില്ലാ കളക്ടറും അറിയിച്ചിട്ടുണ്ട്. ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലർട്ടാണ്. വരും മണിക്കൂറിൽ മഴ ശക്തമാകാനാണ് സാധ്യത. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ അനുസരിച്ച് കുറഞ്ഞത് മെയ് 23 വരെ കേരളത്തിൽ ശക്തമായ മഴ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യയുടെ കാർഷിക വ്യവസ്ഥയുടെ സുപ്രധാന സ്രോതസ്സായ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഞായറാഴ്ച നിക്കോബാർ ദ്വീപുകളിൽ ആരംഭിച്ചതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അറിയിച്ചു. കാലവർഷം മെയ് 31 കേരളത്തിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാലാവസ്ഥാ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് കാറ്റിനെതിരെ ജാഗ്രത പാലിക്കാൻ കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു. കുറഞ്ഞ സമയത്തിനുള്ളിലെ തീവ്രമായ മഴ വെള്ളപ്പൊക്കത്തിനും നഗരപ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും വെള്ളക്കെട്ടിനും കാരണമാകുമെന്നും ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 24 മണിക്കൂറിനുള്ളിൽ 20 സെന്റിമീറ്ററിൽ കൂടുതൽ കനത്തതോ അതിശക്തമായതോ ആയ മഴയെ റെഡ് അലേർട്ട് സൂചിപ്പിക്കുന്നു. ഓറഞ്ച് അലേർട്ട് വന്നാൽ അതിശക്തമായ മഴ, അതായത് 6 സെന്റിമീറ്റർ മുതൽ 20 സെന്റിമീറ്റർ വരെ എന്നാണ് അർത്ഥമാക്കുന്നത്. യെല്ലോ അലേർട്ട് വന്നാൽ 6 മുതൽ 11 സെന്റിമീറ്റർ വരെ പെയ്ത കനത്ത മഴയാണ്. വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ തിരുവനന്തപുരം നഗരത്തിൽ ഓട വൃത്തിയാക്കൽ ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് ഞായറാഴ്ച രാവിലെ പെയ്ത കനത്ത മഴയിൽ താഴ്ന്ന പ്രദേശങ്ങളിലെ വീടുകളും കടകളും വെള്ളത്തിനടിയിലായി. അട്ടക്കുളങ്ങര, മുക്കോലയ്ക്കൽ, ചാല ഭാഗങ്ങളിലാണ് കൂടുതലായിട്ടും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുള്ളത്. എന്നാൽ അധികൃതർ കൃത്യമായ നടപടി എടുക്കുന്നില്ല എന്നാണ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉയരുന്ന പരാതി.